നമസ്കാരം, ET വാച്ച് ലിസ്റ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 6 ആഴ്ചയായി തുടർച്ചയായി നേരിട്ട ഇടിവിന് അറുതി വരുത്തിക്കൊണ്ട് 5 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച വാരനേട്ടമാണ് വിപണി ഈ ആഴ്ച കൈവരിച്ചത്. വിപണിയിലെ എല്ലാ സെക്ടറുകളും ഈ മുന്നേറ്റത്തിൽ പങ്കുചേർന്നപ്പോൾ ഏകദേശം 90% ഓഹരികളും നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രധാന സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും ഈ ആഴ്ച 6% ഉയർന്നു. മുൻനിര ഓഹരികൾക്ക് പുറമെ മിഡ് ക്യാപ്, നിഫ്റ്റി ബാങ്ക് സൂചികകളും ഏകദേശം 8% വീതം മുന്നേറി. റിയൽറ്റി, ഓട്ടോ മേഖലകളിലെ ഓഹരികളാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. കുറഞ്ഞ വിലയിൽ ഓഹരികൾ വാങ്ങാൻ നിക്ഷേപകർ താൽപര്യം കാണിച്ചതോടെ ഈ സെക്ടറുകൾ 2 വളർച്ച രേഖപ്പെടുത്തി. വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിക്കുമ്പോൾ വിപണി അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു. സെൻസെക്സ് 919 പോയിന്റ് ഉയർന്ന 77,550 എന്ന നിലയിലും നിഫ്റ്റി 276 പോയിന്റ് നേട്ടത്തോടെ 24,000 കടന്ന് 24,051 എന്ന നിലയിലുമാണ് എത്തിയത്. റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക് തുടങ്ങിയ ഓഹരികളാണ് ഏറ്റവും അധികം മുന്നേറ്റം രേഖപ്പെടുത്തിയത്. ഇതിനു പുറമെ ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ പ്രമുഖ ഓഹരികളും വിപണിയുടെ കുതിപ്പിന് പ്രധാന കരുത്തേകി. ഇതിനു പുറമെ റിസൾട്ട് സീസൺ കൂടി ആരംഭിച്ചത് വരും സെഷനുകളിൽ പല ഓഹരികളും നിക്ഷേപ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതിലേക്ക് നയിച്ചേക്കാം. വരുന്ന ആഴ്ച വിപണിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന 2 ഓഹരികൾ ഏതാണെന്ന് പതിവ് പോലെ നമുക്ക് നോക്കാം. ആദ്യത്തെ ഓഹരി വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് ആണ്. നൂൽ, തുണിത്തരങ്ങൾ, അക്രിലിക് ഫൈബർ, വസ്ത്രങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മുൻനിര സ്ഥാപനമാണ് വർദ്ധമാൻ ടെക്സ്റ്റൈൽസ്. വർഷങ്ങളായുള്ള പ്രവർത്തനത്തിലൂടെ ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള 75ഓളം രാജ്യങ്ങളിലും സാന്നിധ്യമുള്ള ഒരു വൻകിട ബിസിനസ് ഗ്രൂപ്പായി ഇത് വളർന്നു. വർദ്ധമാൻ ടെക്സ്റ്റൈൽസിന് നിലവിൽ 16,224 കോടി രൂപയുടെ വിപണി മൂല്യമാണുള്ളത്. ഓഹരിയുടെ നിലവിലെ വില 560 രൂപയ്ക്ക് മുകളിലാണ്. ഇത് അതിന്റെ 52 ആഴ്ചയിലെ ഉയർന്ന വിലയായ 566-അടുത്താണ്. വാല്യുവേഷൻ പരിശോധിക്കുമ്പോൾ കമ്പനിയുടെ PE റേഷ്യോ 20.3 ടൈംസ് ആണ്. ഇത് ഇൻഡസ്ട്രി PE ആയ 19.2 ടൈംസിനേക്കാൾ അല്പം കൂടുതലാണ്. ബുക്ക് വാല്യൂ 351 രൂപയാണെന്നിരിക്കെ പ്രൈസ് ടു ബുക്ക് വാല്യൂ 1.6 ആയി തുടരുന്നു. കമ്പനിയുടെ കടബാധ്യത 1,479 കോടിയാണെങ്കിലും കടവും ഓഹരി മൂലധനവും തമ്മിലുള്ള അനുപാതം അഥവാ ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.15 എന്ന സുരക്ഷിതമായ നിലയിലാണുള്ളത്. കമ്പനിയുടെ ലാഭക്ഷമത നോക്കിയാൽ ROCE 10.8%, ROE 8.95%. നിക്ഷേപകർക്ക് 0.89% ഡിവിഡൻഡ് yield കമ്പനി നൽകുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ വിൽപ്പനയിൽ 7.76%, ലാഭത്തിൽ 8.16% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കമ്പനിയുടെ 65.1% ഓഹരികളും പ്രൊമോട്ടർമാരുടെ കൈവശമാണ് എന്നുള്ളത് സ്ഥാപനത്തിലുള്ള അവരുടെ വിശ്വാസത്തെ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 22.3% റിട്ടേൺ നൽകാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും -1.13 എന്ന പെഗ് റേഷ്യോ സമീപകാലത്തെ വരുമാന വളർച്ചയിലെ കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും ഓഹരിയുടെ ടെക്നിക്കൽ വശങ്ങൾ നമുക്കൊന്ന് നോക്കാം. ടെക്നിക്കൽ അനാലിസിസ് ശിവദേവ് വ്യക്തമാക്കും. നമസ്കാരം. നമ്മളിവിടെ വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം, തുടർച്ചയായിട്ട് ഒരുപാട് നാളുകൾ കൺസോൾട്ടേഷനിൽ കിടന്ന ഒരു സ്റ്റോക്കാണിത്. ഈ ഒരു റേഞ്ച് ഒരു ഫെബ്രുവരി 3-ാം തീയതി മുതൽ ഒരു റേഞ്ചിൽ കയറിയതാണ്. പിന്നീട് ഒരു സെല്ലിംഗ് പ്രഷർ വന്നെങ്കിലും പിന്നീട് അതേ റേഞ്ച് തന്നെ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തു സ്റ്റോക്ക്. 2 മാസത്തിലധികമായിട്ട് ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷറൊക്കെ ഉണ്ടായ സമയത്തും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് സ്റ്റോക്കിൽ ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷനാണ് ഉണ്ടായിരിക്കുന്നത്. അതിലുപരിയായിട്ട് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കൺസോൾട്ടേഷനിലുള്ള നമ്മൾ ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ മിക്ക ക്യാൻഡിൽസിലും നമുക്ക് ലോവർ റിജക്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അതായത് താഴെ നിന്ന് ഡിമാൻഡ് ഉയരുന്നതിൻ്റെ ഒരു സൂചനയാണ് ക്യാൻഡിലിന് ലോവർ വിക്ക് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാവാം. ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനിനെ റെസ്പെക്ട് ചെയ്ത ദിവസങ്ങളിലൊക്കെ തന്നെയും മാർക്കറ്റിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വിൽപ്പന സമ്മർദ്ദം ഉണ്ടായ സമയത്തൊക്കെ തന്നെയും ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും നമുക്ക് ലോവർ വിക്ക് പലയിടങ്ങളിലും കാണാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ സ്റ്റോക്കിൽ ഡിമാൻഡ് ശക്തമാണ് എന്നതിൻ്റെ സൂചനയാണ്. ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൻ്റെ താഴെ നിലവാരം 511 രൂപ ഒരു സപ്പോർട്ട് ഏരിയയാണ്. അതേപോലെ നിലവിൽ ആ ഒരു കൺസോൾട്ടേഷൻ ഏരിയയുടെ മുകൾ ഭാഗം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേ ക്യാൻഡിൽ ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ എന്നുള്ളത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 566 രൂപയാണ്. ആ ഒരു നിലവാരം നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു കൺസോൾട്ടേഷൻ്റെ ടോപ്പ് ലെവലാണ് നെക്സ്റ്റ് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് 554 രൂപ. അതേപോലെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ 549, ആ ഒരു റേഞ്ച് നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് കണക്കാക്കാം.
ഇതേ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഡ്രോയിങ്സ് ഒക്കെ ഒന്ന് മാറ്റാം. ശേഷം നമുക്ക് മൂവിങ് ആവറേജസ് ഒന്ന് അപ്ലൈ. ഇവിടെ EMA 9 മാത്രമാണ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് മൂവിങ് ആവറേജ്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് EMA 9 ഈ ഒരു സ്റ്റോക്ക് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണാം. ഇവിടെ വിശാല വിപണിയിൽ വലിയ തകർച്ചയുണ്ടായ സമയത്തൊക്കെ EMA 9 താഴേക്ക് വന്നെങ്കിലും അതിനോട് ചേർന്ന് നിൽക്കുകയും വീണ്ടും EMA 9 മുകളിലേക്ക് സ്റ്റോക്ക് കയറുകയും ചെയ്തതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഷോർട്ടായിട്ടുള്ള മൂവിങ് ആവറേജസ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മളിവിടെ RSI ലെവൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഫ്രൈഡേ 65.10 എന്നുള്ളതാണ് RSI റേഞ്ച്. ലാസ്റ്റ് വീക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 59-60 ആ ഒരു റേഞ്ച് ബുള്ളിഷ് സോണിലാണ് RSI ഉള്ളത്. അതേസമയം ഓവർസോൾഡ് ലെവലിലേക്ക് RSI പോയിട്ടില്ല. ഇതൊക്കെ ഒരു ബുള്ളിഷ് സൂചനയായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇതേ ഒരു സ്റ്റോക്കിൽ തന്നെ വീക്ക്ലി ടൈം ഫ്രെയിം നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. RSI ഒക്കെ നമുക്കൊന്ന് മാറ്റാം. വീക്ക്ലി ക്യാൻഡിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് തുടർച്ചയായ ആഴ്ചകളിൽ തുടർച്ചയായ മാസങ്ങളിൽ നമുക്ക് ഇവിടെ കാണാം. ഇതൊക്കെ വീക്ക്ലി ക്യാൻഡിൽസ് ആണ്. ഇവിടെ ഒരു ജനുവരി അവസാനം മുതൽ സ്ട്രോങ് ആയിട്ട് അപ് ട്രെൻഡിൽ പോയ ഒരു സ്റ്റോക്കാണിത്. അതിനുശേഷം ഒരു കൺസോൾട്ടേഷൻ വന്നെങ്കിലും ഇവിടെ വീക്ക്ലി ലെവലിലുള്ള ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്തിട്ട് ആ കൺസോൾട്ടേഷൻ റേഞ്ചിൻ്റെ മുകളിലാണ് ക്ലോസിങ് നടത്തിയിരിക്കുന്നത്. ഒരു മരബൂസ് ക്യാൻഡിലാണ്. ഇത്തരത്തിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് അടക്കമുള്ള നിലവാരങ്ങൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. 2005 സ്ഥാപിതമായ AGI ഇൻഫ്ര ലിമിറ്റഡ് ആണ് അടുത്ത ഓഹരി. കമ്പനി റിയൽ എസ്റ്റേറ്റ്, നിർമ്മാണ സേവനങ്ങൾ എന്നീ മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്. AGI ഇൻഫ്ര ലിമിറ്റഡ് 4526 കോടി രൂപ വിപണി മൂലധനമുള്ള കമ്പനിയാണ്. ഇതിന്റെ ഓഹരി വില 362 രൂപ എന്ന നിരക്കിലാണുള്ളത്. ഇത് അതിന്റെ 52 ആഴ്ചയിലെ ഉയർന്ന വിലയായ 387 അടുത്താണ്. വാല്യുവേഷൻ പരിശോധിക്കുമ്പോൾ കമ്പനിയുടെ PE അനുപാതം 53.9 ടൈംസ് ആണ്. ഇത് ഇൻഡസ്ട്രി PE ആയ 27 വളരെ കൂടുതലാണ്. ബുക്ക് വാല്യൂ 27.6 ആയിരിക്കെ പ്രൈസ് ടു ബുക്ക് വാല്യൂ അഥവാ PB റേഷ്യോ 13.1 എന്ന വളരെ ഉയർന്ന നിരക്കിൽ തുടരുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് വിപണി ഈ ഓഹരിക്ക് വലിയ പ്രീമിയം നൽകുന്നു എന്നാണ്. എങ്കിലും കമ്പനിയുടെ പ്രവർത്തനക്ഷമത വളരെ മികച്ചതാണ്. ഇതിന്റെ ROC 22%, ROE 25.7%. കമ്പനിയുടെ വളർച്ചാ നിരക്ക് വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ വിൽപ്പനയിൽ 29%, ലാഭത്തിൽ 34% വളർച്ച കൈവരിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. 71.3% ഓഹരികളും പ്രൊമോട്ടർമാരുടെ കൈവശമാണ് എന്നത് കമ്പനിയുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തെ കാണിക്കുന്നു. ഏകദേശം 143 കോടി രൂപയുടെ കടബാധ്യതയുണ്ടെങ്കിലും കടവും ഓഹരി മൂലധനവും തമ്മിലുള്ള ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.42 എന്ന നിയന്ത്രണ വിധേയമായ അളവിലാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 96.5% എന്ന മികച്ച റിട്ടേൺ നിക്ഷേപകർക്ക് നൽകാൻ ഈ ഓഹരിക്ക് സാധിച്ചു. എന്നാൽ 2.41 പെഗ് റേഷ്യോ കാണിക്കുന്നത് ഭാവിയിലെ വളർച്ചാ സാധ്യതകൾ കൂടി കണക്കിലെടുത്താണ് നിലവിലെ ഉയർന്ന വില വിപണി നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ്. നിക്ഷേപകർക്ക് 0.03% എന്ന നേരിയ ഡിവിഡൻഡ് മാത്രമാണ് കമ്പനി നൽകുന്നത്. ഓഹരിയുടെയും ടെക്നിക്കൽ വശങ്ങൾ ശിവദേവ് വ്യക്തമാക്കും. നമ്മളിവിടെ AGI ഇൻഫ്ര ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു ട്രെൻഡ് ലൈനിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് സ്റ്റോക്ക് നിലവിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തുടർച്ചയായിട്ട് കൺസോൾട്ടേഷൻ റേഞ്ചിൽ ഈ ഒരു സ്റ്റോക്ക് വന്നിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു ഡേ April 1 ഓൺവേർഡ്സ് കണ്ടിന്യൂസ് ഡേയ്സ് ഇതുവരെ ഒരു അപ് ട്രെൻഡാണ് സ്റ്റോക്ക് കൊടുത്തിട്ടുള്ളത്. ആ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചൊക്കെ ഒരു 309 രൂപ നിലവാരത്തിൽ നിന്ന് ബ്രേക്ക് ചെയ്തു. നിലവിൽ ലാസ്റ്റ് ഡേ ഒരു ഓൾമോസ്റ്റ് ഡോജി ക്യാൻഡിലാണ് ഉണ്ടായിരിക്കുന്നത്. സ്ട്രോങ് ആയിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു അപ്പർ റിജക്ഷനോടെ കാണാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ഒരു 386-387 രൂപ നിലവാരത്തിൽ നമ്മൾ നെക്സ്റ്റ് റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യണം. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് നമുക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ 359 രൂപയിൽ കണക്കാക്കാം. അതിന് താഴെ ഈ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത 309-310 രൂപ റേഞ്ചിൽ സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് ഉള്ളതായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്കിവിടെ ഈ ഒരു ഡ്രോയിങ്സ് ഒക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം EMA ലെവൽസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം കുറച്ച് പ്രധാനപ്പെട്ട മൂവിങ് ആവറേജസ് അപ്ലൈ ചെയ്യാം. EMA 20, 50, 100, 200 ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഏറ്റവും മുകളിലുള്ള റെഡ് EMA 20 ആണ്. അതിന് താഴെയുള്ള യെല്ലോ EMA 50 ആണ്. പിന്നീട് ബ്ലൂ വരുന്നത് EMA 100, ഏറ്റവും താഴെയുള്ളത് EMA 200 ആണ്. ലോങ് ടൈം മൂവിങ് ആവറേജ് ആണ്. ഇവിടെ നമുക്കറിയാം ഈ ഒരു ഡേ February 16 EMA 200ൽ നിന്ന് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തു. പിന്നെ ഒരു അപ് ട്രെൻഡ് കൊടുത്തു. ഇവിടെ ഒരൊറ്റ ക്യാൻഡിൽ കൊണ്ട് തന്നെ February 18 EMA 100, 50, 20 ഇത്രയും മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം സ്ട്രോങ് ആയിട്ട് സ്റ്റോക്ക് മുകളിലേക്ക് പോയി വീണ്ടും താഴേക്ക്
ഓഹരി വിപണിയിൽ വിൽപ്പന സമ്മർദ്ദം ഉണ്ടായ സമയത്തൊക്കെ സ്റ്റോക്ക് താഴേക്ക് വന്നെങ്കിലും EMA 20 സപ്പോർട്ട് കൊടുത്തു. അതിന് താഴെ EMA 50, അതിന് താഴെ EMA 100 സപ്പോർട്ട് കൊടുത്തായിട്ട് നമുക്ക് കാണാം. ഈ ഒരു മൂവിങ് ആവറേജസിൻ്റെ സോൺസ് സ്ട്രോങ് ആയിട്ട് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. EMA തമ്മിലുള്ള വിട്ടും നമുക്കൊരു ബുള്ളിഷ് മൊമെൻറ്റം തരുന്നുണ്ട്. നമുക്ക് ഈ ഒരു EMA ലെവൽസ് മാറ്റിയതിന് ശേഷം നമുക്ക് EMA 5 ഒന്ന് അപ്ലൈ ചെയ്യാം. വളരെ ഷോർട്ടായിട്ടുള്ളൊരു മൂവിങ് ആവറേജ് ആണ്. EMA 5 തുടർച്ചയായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ദിവസം തുടർച്ചയായിട്ട് ഓഹരി മുകളിലേക്ക് പോയതിനാൽ നമ്മളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് പ്രതീക്ഷിക്കണം. മൂവിങ് ആവറേജിലേക്ക് തിരിച്ചു വരാം പ്രൈസ്, അതേപോലെ തന്നെ മൂവിങ് ആവറേജ് മുകളിലേക്ക് പോയി സപ്പോർട്ട് കൊടുക്കാം. രണ്ടും ഒരുമിച്ച് സംഭവിക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ ഈ ഒരു ഓഹരിയിൽ വ്യാപാരം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു ഓഹരിയിൽ തന്നെ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മാരബൂസ് ക്യാൻഡിലാണ്. ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് ഒക്കെ ബ്രേക്ക് ചെയ്തു. തുടർച്ചയായ 1-2 മാസം ചേർന്ന് നിൽക്കുന്ന കൺസോൾട്ടേഷൻ റേഞ്ച് എല്ലാം ബ്രേക്ക് ചെയ്തു. സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഓഹരിയിൽ സപ്പോർട്ട്, റെസിസ്റ്റൻസ് അടക്കമുള്ള നിലവാരങ്ങൾ പരിഗണിച്ചതിന് ശേഷം മാത്രം വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. താങ്ക് യു. വർദ്ധമാൻ ടെക്സ്റ്റൈൽസ്, AGI ഇൻഫ്ര ഓഹരികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഏതായാലും മറ്റ് ഓഹരികളുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.